ഹായ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോസ്റ്റ് റീവാച്ച്ഡ് മൂവീസ്, അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ റീവാച്ച് ചെയ്തിട്ടുള്ള മൂവീസ്. അതിൻ്റെ ഒരു മെയിൻ ക്രൈറ്റീരിയ ഞാൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 5 or more than 5 ടൈംസ് എൻ്റെ ലൈഫിൽ കണ്ട പടങ്ങൾ. സോ ഇയർ ഓൺ വൈസ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ലൈക്ക് 1985 to 1990, 1990 to 1995, പിന്നെ 1995 to 2000, ആ ഒരു 2015 വരെ ഒരു സീരീസ് ആയിട്ട് ഞാൻ ചെയ്യാനുള്ള പ്ലാനാണ്. സോ തുടങ്ങിയാലോ ഗൈസ്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഫസ്റ്റ് തന്നെ എടുത്ത് പറയേണ്ട ആദ്യത്തെ ഒരു മൂവി എൻ്റെ മനസ്സിലോട്ട് സ്ട്രൈക്ക് ചെയ്യണത് ബോയിങ് ആണ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി മെയ്ഡ് ഇൻ മലയാളം ഇൻഡസ്ട്രി. അത് തന്നെ പറയും. ഇത് ഞാൻ എത്ര തവണ കണ്ടിരുന്നു എനിക്ക് തന്നെ അറിയില്ല. മോർ ദാൻ 10 ടൈംസ്. എന്തൊരു റൊമാൻറ്റിക് ഫൺ കോമഡി മൂവിയാണ്. മുകേഷ്, ലാലേട്ടൻ, മണിയം പിള്ള രാജു, പിന്നെ ഒരുപാട് ആക്ട്രസുകൾ, പിന്നെ സുകുമാരി ചേച്ചി, ഒരു രക്ഷയില്ല. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലം പടം. ഇപ്പം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാലും ഞാൻ കാണുന്ന ഒരു പടമാണ് ബോയ്. കോമഡി ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കോമഡീസ് ഇപ്പോഴും നമ്മളെ ചിരിപ്പിക്കുന്ന കോമഡീസാണ് ആ പടത്തിലുള്ളത്. ഇപ്പോഴും ആ പടം വരുമ്പോൾ ഭയങ്കര ലൈഫ്ലിയാണ്. സോ ഫസ്റ്റ് വൺ, ഈ സീരീസിൽ ഫസ്റ്റ് മൂവി ബോയ്. ഈ സെക്കൻഡ് വൺ 1985 to 1990 എൻ്റെ ടോപ്പ് റീവാച്ചിൽ വരുന്ന രണ്ടാമത്തെ മൂവി നാടോടിക്കാറ്റ്. സത്യൻ അന്തിക്കാടിൻ്റെ ഡയറക്ഷനിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, ശോഭന മെയിൻ ലീഡിൽ വന്ന നാടോടിക്കാറ്റ്. ഒന്നും പറയില്ല, ക്ലാസിക് മൂവി, പക്ക ക്ലാസ് മൂവി. കോമഡി, ഒരു നല്ലൊരു പ്ലോട്ട്, അതിലിങ്ങനെ നരേറ്റ് ചെയ്തത്, കിടിലം പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത പടം. ഞാനിത് ഏകദേശം ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 7 or 8 ടൈംസ് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചില ബിറ്റ്സ് ഓഫ് സീൻസാണ് ഇപ്പോഴും കണ്ടിരുന്നു പോകും. അതാണ് ഈ മൂവിയുടെ മെയിൻ സ്ട്രെങ്ത്. ഭയങ്കര ലൈവ്ലിയാണ് ഈ മൂവിയും. ദാറ്റ്സ് മൈ സെക്കൻഡ്. മൂന്നാമത് വരുന്ന പടം ഒരു വടക്കൻ വീരകഥ. ഓൾമോസ്റ്റ് 7-8 ടൈംസ് കണ്ടിട്ടുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ മൂവി. പെർഫോമൻസ് വൈസ് മമ്മൂക്കവും സുരേഷ് ഗോപിയും എല്ലാം കൂടിയിട്ട് ഒരു പക്ക. അതും ആ ടൈമിലൊക്കെ ഇമാതിരി ടോപ്പ് നോച്ച് ഹിസ്റ്റോറിക്കൽ മൂവി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ബട്ട് സ്റ്റിൽ എന്തൊരു ക്വാളിറ്റി ആ മൂവിയിലോ. നല്ലൊരു പാട്ടുണ്ട്. പെർഫോമൻസ് വൈസും കിടിലാണ്, ഒരു രക്ഷയില്ല. അത് ഇൻ്റർനാഷണൽ വൈസ് എന്താ പറയുക, നോർത്തേൺ സ്റ്റോറി ഓഫ് വാലോർ, അതാണ് ഈ പടത്തിന് ഇൻ്റർനാഷണൽ ഇതിൽ അറിയപ്പെടുന്നത്. സോ തേർഡ് ഈസ് ഒരു വടക്കൻ വീരകഥ. നാലാമത്തത് വരുന്നത് അക്കരെ നിന്നൊരു മാല്. ഇത് ഞാൻ ഒരുപാട് തവണ കണ്ട മൂവിയാണ്. റിട്ടേൺ ബൈ ശ്രീനിവാസൻ എന്ന് തോന്നുന്നു, ഡയറക്റ്റഡ് ബൈ ഗിരീഷ്. മണിയം പിള്ള രാജു, ശ്രീനിവാസൻ, മുകേഷ്, എൻ്റെ പൊന്നെ നെടുമുടി വേണു, സുകുമാരി ചേച്ചി, ഒരുപാട് പടങ്ങളുണ്ട്. ഒരുപാട് പെർഫോമൻസ് ചെയ്യുന്ന കാസ്റ്റാണ് ഇതിലുള്ളത്. എല്ലാവരും കിഡിലായിട്ട് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സാണ്. കിഡിൽ എന്മാതിരി കോമഡി പടത്തിലെന്നറിയാം. അതും കിഡിലായിട്ട് ഇപ്പം കണ്ടു കഴിഞ്ഞാലും ചിരിക്കാവുന്ന കിഡിലും കോമഡി ആ പടത്തിലുണ്ട്. പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മണിയം പിള്ള രാജൊക്കെ, നെടുമുടി വേണു, അതിലൊരു സീനുണ്ട് ഇപ്പോഴും ദാറ്റ് സ്ട്രൈക്സ് ഓൺ മൈ മൈൻഡ്. അറബി വേഷത്തിൽ ശ്രീനിവാസൻ വന്നിട്ട് അതൊരു രക്ഷയില്ല. ഇപ്പോൾ ടി വിയിൽ വന്നാൽ ചിരിച്ചുകൊണ്ടിരിക്കും. സോ ഫോർത്ത് ഈസ് അക്കരെ നിന്നൊരു മാരൻ. പിന്നെ 1985 to 1990 എൻ്റെ ലാസ്റ്റ് ടോപ്പ് 5 വരുന്ന അഞ്ചാമത്തെ മൂവി. അതിന് 2 ഇടുന്നുണ്ട്. ഒന്ന് കിരീടം, ഒന്ന് ന്യൂഡൽഹി. ഈ 2 പടം ഭയങ്കര ക്ലാസ് ആക്ഷൻ ഡ്രാമ ഫിലിമാണ്. ഒന്നും പറയാനില്ല, കിഡിലൻ പടം. പ്രത്യേകിച്ച് കിരീടം ഞാൻ എത്ര തവണ കണ്ടിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. വി സ്റ്റിൽ മിസ് തിലകൻ. മൂപ്പരാളൊരു പെർഫോമൻസ് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. പിന്നെ പൊയ്യമ്മ രാജു, പിന്നെ ഏതാണ് കവിയൂർ പൊന്നമുണ്ടായിരുന്ന അതിൽ, അതേപോലെ തന്നെ പാർവതി ജയറാമ. ന്യൂഡൽഹിയിലായാലും ആ ഒരു പ്ലോട്ട് മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസും ആ സ്റ്റോറി നറേഷനും ഒരു രക്ഷയില്ല. സോ ഇതാണ് എൻ്റെ ടോപ്പ് 5 മോസ്റ്റ് റീവാച്ച്ഡ് മൂവീസ് ഇൻ 1985 to 1990 പീരീഡിൽ. സോ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നത് വരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.